എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല. ഒരു പൊളിറ്റിക്സിനോടും എനിക്ക് താല്പര്യമില്ല. എൻ്റെ ചുറ്റിലും എന്താ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ബിസിനസ് അല്ല എന്ന് കരുതുന്ന പല ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ 95% കാര്യങ്ങളിലും നമ്മുടെ പൊളിറ്റിക്സും നമ്മുടെ ഈ ഗവൺമെൻറ്റും ഒക്കെ ഇടപെടുന്നുണ്ട്. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇതിലൊന്നും താല്പര്യമില്ലാതിരിക്കുക? കാരണം ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ മാത്രമേ അവർ നടത്തുന്ന നല്ല കാര്യങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും അവർ ചീത്ത എന്തെങ്കിലും നടക്കുകയാണ് അതിനെതിരെ ശബ്ദിക്കാനും കഴിയാം. പക്ഷെ നമ്മളിൽ പല ആളുകൾക്കും നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പേരറിയില്ല, നമുക്ക് ലോക്സഭ എന്താണെന്നറിയില്ല, രാജ്യസഭയെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ആ ഒരു രീതിയിൽ പൊളിറ്റിക്കലി നമുക്കൊരു അപ്ഡേഷൻ നമുക്കില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി അപ്ഡേറ്റഡ് ആവാനും അതുപോലെ നമ്മുടെ ചുറ്റിലും എന്താ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് പരമാവധി കാണണം. പക്ഷേ ഇമാതിരി ദിലീപ് പോകുന്ന സമയത്ത് ഡ്രോണുമായിട്ട് പോകുന്ന ഇമാതിരി ന്യൂസൊന്നും പരമാവധി കാണാതിരിക്കുക. ഇങ്ങനത്തെ ന്യൂസൊക്കെ ടൈം വേസ്റ്റിംഗ് ആണ്. സോ ഇങ്ങനത്തെ പരമാവധി കാണാതിരിക്കുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസസ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രോഗ്രാമിൻ്റെ ഒരു സീരീസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കറൻ്റ്ലി നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത് ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വണ്ണിൻ്റെ. അത് കണ്ടു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ, നാഷണൽ, ലോക്കൽ ആയിട്ടുള്ള കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടുന്നുള്ളതാണ്. സോ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ നോക്കുക. വേറെ എന്തെങ്കിലും സോഴ്സസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കാം. പിന്നെ ഇലക്ഷൻ്റെ കാലഘട്ടമാണ്, നമുക്ക് വോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, നമുക്ക് നാടിന് വികസനം കൊണ്ടുവരുന്ന ആളുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയിക്കുകയാണ്. സോ ഇതുപോലത്തെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫോളോ മീ. ലെറ്റ്സ് ഗ്രോ ടുഗെദർ.